ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പം 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നുവെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് പോക്കിടാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നാണൊരു വീഡിയോ എടുക്കാനൊരു സമയം കിട്ടിയത് തന്നെ. അപ്പം എന്ന് വെച്ചാൽ നമ്മളെ ഓണമൊക്കെ അടുത്തു. അന്നേരം ഓണത്തിന് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇന്നാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് റെഡിയാക്കുന്നത്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ഓൾറെഡി ഒരു ഡ്രസ്സ് എടുത്ത് എനിക്ക് ഒരു അനിയത്തിക്കും ഒരു ബനിയനെ എനിക്കെടുത്തു, അവൾക്കൊരു ഉടുപ്പും. അപ്പം ഒന്നും കൂടെ എടുക്കാൻ വിചാരിച്ചു. അന്നേരം ഒന്നും കൂടെ എടുക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഉടുപ്പ് മതി, ഒരു ബനിയനും പാൻറ്റും ഇല്ലേ, പിന്നെ എന്തിനാണ്. അന്നേരം ഞാൻ ഒരു ഉടുപ്പെടുക്കാം. അന്നേരം പിന്നെ ഇത് നുവക്കാണ് കേട്ടോ, ഞങ്ങളെ വീട്ടിലുള്ള ചെറിയ കുട്ടിക്ക്. അപ്പം ഇതാണ് എൻ്റെ അനിയത്തീൻ്റെ ഡ്രസ്സ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എൻ്റെയാണ് കേട്ടോ, നേരത്തെ ഇട്ട് കാണിച്ച ഡ്രസ്സ് എൻ്റെയാണ്. അപ്പം ഒരു പിങ്കിഷ് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പ് കയറി, ഷാമക്കൊരു നൈകക്കോ നുവക്കാറ്റോ ഏതോ ഡ്രസ്സ് നോക്കാനായിട്ട് കയറിയിട്ടോ. പക്ഷേ ഇവിടെ അത്ര ഡ്രസ്സൊന്നും ഇല്ല തോന്നുന്നുണ്ട്, എനിക്ക് അധികമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്നേരം ഞങ്ങൾ ചീനി ഇതാക്കേണ്ട വെച്ച് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചൊക്കെ ഫോണിലൊക്കെ കളിച്ചതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടിയൊന്നും എടുക്കാത്തതുകൊണ്ട് ബസ്സിലാണ് പോകുന്നത്. പിന്നെ ബസ്സിലൊക്കെ കയറി പിന്നെ ഞങ്ങൾ പൂ വാങ്ങിക്കാൻ പോയിട്ട് ഞങ്ങൾ ഇവിടെ പുറമേരി എത്തിയിട്ടാണ്. ഇവിടെ അടുത്തൊരു പൂവിൻ്റെ ഒരു കടയുണ്ട്, അവിടെ കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചെല്ലാം അത്യാവശ്യമുണ്ട്, കുറച്ച് പൈസയ്ക്ക് വാങ്ങിയിട്ടുള്ളൂ. അപ്പം റോസും അതുപോലെ തന്നെ മല്ലിപ്പൂവില്ലേ, എന്താ പറയുക, പർപ്പിൾ കളറ് മല്ലിപ്പൂവും പിന്നെ കുറച്ച് റോസും അങ്ങനത്തെ ജമന്തിയും അങ്ങനത്തെ ഓരോന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. മണം ഇല്ല കേട്ടോ, എന്നുവെച്ചാൽ ഇത് മരുന്നടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, മണമില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങി. പിന്നെ ഒരു ലോലിപ്പോപ്പൊക്കെ വാങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ട്